ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീസ് റെസിപ്പീസ്. ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നത്. വളരെ ടേസ്റ്റിയും അതേപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി 300 ഗ്രാം ബോൺലെസ് ചിക്കന് നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കനിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് പെപ്പർ പൗഡർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി മസാലകളെല്ലാം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ 2 ക്യാരറ്റ് നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പ് കേബേജ്, ഒരു കപ്പോളം കേബേജ് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. മൈദ വെച്ചിട്ടും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി കുറച്ചുകൂടി ഹെൽത്തി ആയതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ അതേപോലെ അത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രൂപത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കി, ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഉള്ള ഉരുളകളാക്കി എടുത്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കുക. ഒരല്പം എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. കൈ വെച്ച് തന്നെ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി 1 സ്പൂണ് ഫില്ലിങ് എടുക്കുക, ഇതിൽ നിറയ്ക്കുക. ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക.
ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ എണ്ണയൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ ഹെൽത്തി ആൻഡ് ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.